വീഡിയോ ഫുള്ളൊന്ന് കണ്ടു കേട്ടോ. ഇവിടെ ഒരു ഓഫീസിലാണെന്ന് വെച്ചാൽ ദീപാവലി ബോണസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാനേജർ 3 സ്റ്റാഫുകളെ വിളിച്ചിട്ട് 3000 രൂപ വെച്ചാണ് ഓരോരുത്തർക്കും ബോണസ് കൊടുക്കേണ്ടത്. എന്നാൽ ഈ ഓണർ തെറ്റിക്കൊണ്ട് 5000 രൂപ ഒരാൾക്ക് ബോണസ് ആയിട്ട് കൊടുക്കുകയാണ്. അയാളെ പൈസ എണ്ണി നോക്കിയതിന് ശേഷം അതിൽ 3000 അല്ല 5000 ഉണ്ടെന്ന് അയാൾക്ക് മനസ്സിലാവാണ്. എന്നാൽ അയാൾ മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്തായാലും പെണ്ണിന് എണ്ണാനൊന്നും അറിയില്ലാന്ന് തോന്നുന്നുണ്ട്, മിണ്ടാതെ 3000 തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് ബാക്കി 2000 പോക്കറ്റിൽ വെക്കാമെന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് ആ മാഡത്തിനോട് മാഡം കറക്റ്റായിട്ട് 3000 തന്നെയുണ്ട്, താങ്ക്സ് പറയാണ്. അങ്ങനെ രണ്ടാമത് നിൽക്കുന്ന ആൾക്കും ഇതേപോലെ തന്നെ തെറ്റിയിട്ട് 3000-ന് പകരം 5000 കൊടുക്കാണ്. അയാളും ഒന്നും മിണ്ടാതെ അയാളുടെ പോക്കറ്റിൽ ആ പൈസ വെക്കാണ്. എന്നിട്ട് മാഡം സൂപ്പർ, 3000 രൂപ കറക്റ്റായിട്ട് തന്നെ തന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും കിട്ടിയ പൈസ കൊണ്ട് അവിടെ നിന്ന് പോകാണ്. പിന്നെ മൂന്നാമതായിട്ട് ഈ കണ്ണാട വെച്ച ആൾക്ക് 3000-ന് പകരം 5000 കൊടുക്കാണ്. എന്നാൽ അയാൾ അത് എണ്ണി നോക്കിയതിന് ശേഷം ആ ഒരു മാനേജറിനോട് പറയാണ്, മാഡം ഇതിൽ 5000 രൂപ ഉണ്ട്, 3000 അല്ല ശരിക്കും ബോണസ് എന്ന്. എന്നാൽ ആ ഒരു മാനേജർ അതങ്ങനെ 5000 വരും, ഞാൻ കറക്റ്റായിട്ട് എണ്ണീട്ട് തന്നെ തന്നത്, അത് 3000 തന്നെ ഉള്ളൂ എന്ന് പറയാണ്. എന്നാൽ അതൊന്നും സമ്മതിക്കാതെ ഇയാളാണെന്ന് വെച്ചാൽ അവളുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ എണ്ണി കാട്ടി കൊടുക്കുകയാണ്. കണ്ടു മാഡം ഇതിൽ 5000 രൂപ ഉണ്ടെന്ന് പറയാണ്. ഓ ആണല്ലേ, എന്നാൽ ഈ 2000 തിരിച്ചു തന്നേക്കെന്നും പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് അവൾ ആ ഒരു 2000 വാങ്ങുന്നു. അവൻ അവിടെ നിന്ന് പോയതിന് ശേഷം അവളിങ്ങനെ വിചാരിക്കുകയാണ്, ഓ എന്തായാലും പുതിയ പ്രമോഷന് തിരഞ്ഞെടുക്കാനുള്ള ആളെ കിട്ടിയെന്ന്. ശരിക്കും ഇതൊരു ടെസ്റ്റ് ആയിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നതിന് മുമ്പ് പണത്തിനേക്കാളും പദവിനേക്കാളും നിങ്ങളുടെ അമ്മക്ക് വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഐ ലവ് മൈ മദർ എന്ന് കമന്റ് ചെയ്തേക്കണേ. അങ്ങനെ നേരത്തെ ബോണസ് കൊടുത്ത 3 പേരെയും ആ ഒരു പെണ്ണ് ഓഫീസ് റൂമിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് അവരോട് ഇപ്പോഴാണ് ഞാൻ ഇനി പ്രമോഷന് അർഹതപ്പെട്ടത് ആരാന്ന് പറയാൻ പോകുന്നതെന്ന് പറയാണ്. അപ്പൊ ആദ്യം പൈസ കൊടുത്ത ആളുണ്ടല്ലോ, ആളാണെന്ന് വെച്ചാൽ ഈ മാനേജറിനോട് പറയാണ്, ഓ എനിക്കറിയാം അത് ഞാനായിരിക്കുന്നത്, ഈ ഓഫീസിൽ അല്ലെങ്കിലും എല്ലാവരും പറയുന്നുണ്ട് അതിന് അർഹതപ്പെട്ട ആൾ ഞാനാണെന്ന്. 15 വർഷമായിട്ട് ഞാൻ ഈ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം ഞാൻ തന്നെ ആയിരിക്കും എന്ന് പറയാണ്. എന്നാൽ തൊട്ടപ്പുറത്ത് നേർന്ന് ആ ഒരാൾ പറയാണ്, പക്ഷേ വർക്കൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനല്ലേ സ്മാർട്ടായിട്ട് വർക്കൊക്കെ ചെയ്യുന്നത്, അപ്പം എന്തായാലും പ്രൊമോഷൻ എനിക്കായിരിക്കില്ലേ മാഡം എന്ന് ചോദിക്കുകയാണ്. ആ ഒരു കണ്ണാട വെച്ചാൽ ഒന്നും മിണ്ടുന്നില്ല, പാവം പോലെ നിൽക്കുകയാണ്. ആ ഒരു സമയം ഈ മാനേജർ പറയാണ്, അതെ നിങ്ങൾ രണ്ടുപേരും അല്ല, ഇവർക്കാണ് ഞാൻ പ്രൊമോഷൻ കൊടുക്കുന്നതെന്ന്. ഇത് കേട്ട് ആ രണ്ടുപേരും ഞെട്ടിത്തെറിക്കുകയാണ്. ഇവനിക്കോ, ഇവനാകെ ഈ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷം ആവുന്നേ ഉള്ളൂ, എങ്ങനെയാണ് ഇവനക്ക് പ്രൊമോഷൻ കൊടുക്കാൻ പറ്റുക? ഞങ്ങൾ 15 വർഷവും 13 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ഞങ്ങൾക്ക് തന്നെ തരണമെന്ന് പറയാണ്. എന്നാൽ ആ ഒരു മാനേജർ നിങ്ങൾക്ക് തരാനായിട്ട് പറ്റില്ല, ഞാൻ ബോണസ് എന്ന പേരിൽ 3000-ന് പകരം 5000 തന്നിട്ട് നിങ്ങൾ ആരെങ്കിലും അത് പറഞ്ഞോ? കിട്ടിയ പൈസയും കൊണ്ട് പോവല്ലേ ചെയ്തേ, ആ ഒരു പൈസ ഇപ്പം ഈ ടേബിളിൽ വെക്കണം. അത്രയും പോലും സത്യസന്ധതയില്ലാത്ത നിങ്ങൾക്ക് ഞാൻ എങ്ങനെ പ്രൊമോഷൻ തരാനാ? അത് ഉറപ്പായും നടക്കൂല, ഇവൻ തന്നെയാണ് പ്രൊമോഷന് അർഹതയുള്ളതെന്നും പറയാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? നമ്മളുടെ അപ്പോഴത്തെ നേട്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കള്ളത്തരം ചെയ്താൽ അതിനൊട്ടും ആയുസ് ഉണ്ടാവില്ല. സത്യസന്ധമായിട്ട് നോക്ക്, നമുക്ക് എവിടെന്നെങ്കിലും അതിനുള്ള ഗുണം ഉണ്ടാവും.